നമ്മുടെ ലിസ്റ്റിൽ ആദ്യമുള്ളത് ഗണേശാണ്. ഗണേശ് ആദ്യമേ കല്യാണം കഴിച്ചത് യാമിനി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയായിരുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് കുറേ വർഷങ്ങൾ ജീവിച്ചെങ്കിൽ അതിനുശേഷം അവർ ഡിവോഴ്സ് ആവുകയാണ് ചെയ്തത്. അതിനുശേഷം ഗണേഷ് കുമാർ കല്യാണം കഴിച്ച സ്ത്രീയുടെ പേരാണ് ബിന്ദു മേനോനെയാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അവർ നല്ല രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 2013 അടുപ്പിച്ചാണ് രണ്ടാമത്തെ കല്യാണം ഗണേഷ് കുമാർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതുള്ളതെന്ന് പറയുന്നത് മുകേഷാണ്. മുകേഷ് ആദ്യമേ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് സരിത എന്ന് പറഞ്ഞാണ്. സരിതയെ കുറേ പേർക്കറിയാം, പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമ നായിക കൂടിയാണ്. അവർ വേർപിരിഞ്ഞതിന് ശേഷം പിന്നെ മുകേഷ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് വേദിക ആണ് കല്യാണം കഴിച്ചത്. ഈ ഒരു വേദിക എന്ന് പറയുന്നത് ഒരു നൃത്തകാരിയൊക്കെയാണ്, ഡാൻസറൊക്കെയാണ്. അപ്പോഴത്തേനും അവരെ കല്യാണം ഇത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം ഇവരും ഡിവോഴ്സ് ആവുകയാണ് ചെയ്തത്. അടുത്ത ഈ ലിസ്റ്റിലുള്ളതെന്ന് പറയുന്നത് മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ ആദ്യമേ കല്യാണം കഴിച്ചത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഉർവശിയാണ്. ഉർവശി വർഷങ്ങളോ കല്യാണം കഴിച്ച് അതിനുശേഷം ഡിവോഴ്സ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്തതായിട്ട് കല്യാണം കഴിച്ചത് ആശ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. അവർ ഇപ്പോഴും ഒരുമിച്ച് നല്ല രീതിയിലാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഈ ലിസ്റ്റിലുള്ള ഭഗത്താണ്. ഭഗത്ത് ആദ്യമേ കല്യാണം കഴിച്ചത് ഡാനി എന്ന് പറഞ്ഞാണ്. ഡാനിയാണ് കല്യാണം കഴിച്ചത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ വേർപിരിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേർപിരിച്ചതിന് ശേഷം പിന്നെ ഭഗത്ത് കല്യാണം രണ്ടാമത് കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് സെലീനയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവർ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ചെയ്തത്. സോ ആദ്യമേ കല്യാണം കഴിച്ചത് ഡാനി, അത് കഴിഞ്ഞിട്ട് സെലീനയുമാണ് ഭഗത്ത് കല്യാണം കഴിച്ചിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തുള്ള താരങ്ങളാണ് മഞ്ജു വാര്യരും അതുപോലെ തന്നെ ദിലീപും. ഇവർ ആദ്യമേ കല്യാണം കഴിച്ചത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരദമ്പതികളാണ്. ഇവർ ആദ്യമേ കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ചിരുന്നു. അതിനുശേഷം ഇവർ വേർപിരിയാണ് ചെയ്തത്. അതിനുശേഷം ദിലീപ് കല്യാണം കഴിച്ചത് കാവ്യമാധവനെയാണ്. കാവ്യമാധവനുമായിട്ട് ഇപ്പം സന്തോഷത്തിലാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്രയും പേരാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഇതിൻ്റെ ഒരു പാർട്ട് 2 പോലെ വേണമെങ്കിൽ, ഇനിയും ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.